സുരേഷ് ഗോപിയും മകൾ ഭാഗ്യ സുരേഷുമാണ് വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുന്നത്. കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം സുരേഷ് ഗോപി കെങ്കേമമാക്കി. എവിടെ തിരിഞ്ഞാലും ഭാഗ്യയുടെ കല്യാണ വിശേഷങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളുമാണ്. ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഭാഗ്യയുടെ വിവാഹം. പിന്നീട് റിസപ്ഷൻ കൊച്ചിയിലും തിരുവനന്തപുരത്തും നടത്തി. തന്റെ സിനിമ, രാഷ്ട്രീയ രംഗത്തെ സുഹൃത്തുക്കൾക്കും മറ്റും പങ്കെടുക്കാനുള്ള സൌകര്യത്തിനായാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 റിസപ്ഷനുകൾ സുരേഷ് ഗോപി സംഘടിപ്പിച്ചത്. വിവാഹ ദിവസം മുതൽ വിവാദങ്ങൾക്കും കുറവില്ല. സെലിബ്രിറ്റികളുടെ കുടുംബത്തിൽ വിവാഹം നടക്കുമ്പോൾ വധുവിന്റെയും വരന്റെയും വസ്ത്രങ്ങളും ആഭരണങ്ങളടക്കം പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കും. ഇതിനിടെ പല സിനിമാ താരങ്ങളും ഭാഗ്യയ്ക്ക് ഡയമണ്ട് നെക്ലസും മറ്റാഭരണങ്ങളും നൽകിയെന്ന് ചില യൂട്യൂബ് ചാനലുകൾ പറഞ്ഞു. കാവ്യ ഡിസൈൻ ചെയ്ത ലക്ഷങ്ങളുടെ വില വരുന്ന ഗൌൺ നൽകിയെന്നും ദിലീപ് മരതകമാല സമ്മാനിച്ചു എന്നുവരെ ചിലർ പറഞ്ഞു. കൂടുതൽ കഥകൾ ഭാഗ്യയുടെ സ്വർണത്തെപ്പറ്റി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഇന്നലെ നടന്ന വിവാഹ റിസപ്ഷനിടയിൽ പോലും വിശദീകരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തി. സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെ: സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ ഓരോന്നും അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനങ്ങളാണെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. GSTയും മറ്റെല്ലാ നികുതികളുമടക്കം എല്ലാ ബില്ലും കൃത്യമായി അടച്ചാണ് മേടിച്ചത്. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവയായിരുന്നു ഡിസൈനർമാർ. ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നും ഉള്ളതായിരുന്നു. ദയവായി ഇത് നിർത്തൂ. വൈകാരികമായി എന്നെയോ എന്റെ കുടുംബത്തെയോ തകർക്കരുത്. ഈ എളിയ ആത്മാവ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും പ്രാപ്തനാണ്. വിവാഹ ദിവസം തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മമ്മൂട്ടി കൈകെട്ടി നിന്നുവെന്നും അദ്ദേഹം രാമക്ഷേത്രത്തിൽ പൂജിച്ച് അക്ഷതം നൽകിയപ്പോൾ മമ്മൂട്ടി സ്വീകരിച്ചില്ല എന്നും മുസ്ലിം ആയതിനാൽ മമ്മൂട്ടിക്ക് മാത്രം ഗുരുവായൂരിൽ സുരക്ഷാ പരിശോധന നടത്തിയെന്നും വ്യാജ പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇങ്ങനെയാണ് ചിലർ അർദ്ധസത്യം വിഴുങ്ങി വെറുപ്പ് ഛർദ്ദിക്കുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകൻ ഗോകുൽ സുരേഷിന്റെ പ്രതികരണം. കൊച്ചിയിലെ റിസപ്ഷന് ദുൽഖർ സൽമാൻ എത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് ദുൽഖറും ഗോകുലും മാധവുമൊപ്പമുള്ള ചിത്രം ലെഗസി എന്ന അടിക്കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. ലെഗസി അല്ലെന്നും സ്വജനപക്ഷപാതം അഥവാ നെപ്പോട്ടിസമാണെന്നുമായിരുന്നു ഒരു കമന്റ്. സ്വജനപക്ഷപാതം മറ്റേത് തൊഴിലിടങ്ങളിലെയും പോലെ അവസരങ്ങൾ നൽകും, നമുക്ക് കാണാം എന്നായിരുന്നു മാധവിന്റെ മറുപടി.